അടച്ചോനെ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ നെഞ്ചൊക്കെ പൊട്ടിപ്പോകുന്നത് പോലെ മരിക്കാൻ വരെ തോന്നിപ്പോകുന്നവയാ റഹ്മാനെ. സുലൈഖ കരഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. പൈപ്പ് തുറന്ന് വെള്ളമെടുത്ത് മുഖമൊക്കെ ശക്തിയായി കഴുകി. അവൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന കുഞ്ഞുമാലയിലേക്ക് നോക്കി. അതിൻ്റെ അറ്റത്ത് ഫൈസി എന്ന് ആലേഖനം ചെയ്ത കുഞ്ഞു ലോകറ്റും. ഫൈസിക്ക, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? മതി, എനിക്ക് ഇത് മാത്രം മതി. ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഞാനിവിടെ ആർക്കും ഒരു ശല്യമില്ലാതെ ജീവിക്കുകയല്ലേ. ഞാൻ ആരോടൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ? അവൾ ബാത്റൂമിൽ നിന്നും പതുക്കെ പറഞ്ഞു. ഈ സുലൈഖ, ഈ പെണ്ണ് ഇത് എവിടെ പോയി കിടക്കാ? അടുക്കളയിൽ കിടന്ന പാത്രങ്ങളൊക്കെ കണ്ട് അവനത്തേക്ക് കലി കയറി. ഓ, ഇവൾ ഇതൊക്കെ എനിക്ക് കഴുകാനാണ് ഇവിടെ ഇട്ടേച്ച് പോയിരിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ വന്ന് എൻ്റെ മക്കൾക്ക് കഴുകാനായിരിക്കും. അല്ല പിന്നെ ഇതാ വരുന്നോ അമ്മ, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയതാ. ഓ, വന്നല്ല. നീ ബാത്റൂമിൽ പെറ്റ് കിടക്കുകയായിരുന്നോടി? ഓ, ഞാനത് മറന്നു. നിനക്കതിന് പ്രസവിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? ഒരു മച്ചി പെണ്ണ്. അവർ പരിഹാസത്തോടെ സുലൈഖയെ നോക്കി. ഉമ്മ, അങ്ങനെയൊന്നും പറയല്ലേ ഉമ്മ, പടച്ചോൻ പൊറുക്കൂല. എന്തു ഉമ്മ? അതൊക്കെ ഞാൻ തീരുമാനിക്കും. നീ വേഗം ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്. എന്നിട്ട് വൈകുന്നേരത്തേക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കിയാൽ നോക്ക്. ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ കുറച്ച് അരി കൂടി വെള്ളത്തിലിട്ടോ. രാത്രി കുറച്ച് ഉണ്ണിയപ്പവും കലത്തപ്പൊക്കെ ഉണ്ടാക്കണം. അവൻ വരികയല്ലേ. പിന്നെ സുഹറ വൈകുന്നേരത്താണ് വരുന്നതെന്ന് ബാപ്പാനോട് പറഞ്ഞോളി. അവള് നേരത്തെ വന്നിട്ടില്ലെന്ന്. അവള് വന്നിട്ട് വേണം അവളോട് പരാതിപ്പെട്ട് തുറക്കാൻ നിന്റെ ബാപ്പാക്ക്. അല്ലേല് അവൾക്കും ബാപ്പാക്കും നിന്നോടല്ലേ ഒരു ചായ്വ്. ആരിഫ മോളെ, മോക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കണോ? ആമിനത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ഉമ്മ, ആ പെണ്ണ് നമുക്കൊരു പണിയാകുമോ? പറഞ്ഞാണ് ഫൈസി കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. പിന്നെ ഷാഹിന, അവള് നല്ല കുട്ടിയാ. പുറത്ത് പോയി പഠിച്ചതിൻ്റെ അഹങ്കാരം ഒട്ടുമില്ല. എൻ്റെ നാത്തൂൻ്റെ മോളായതുകൊണ്ട് പറയല്ലോ അമ്മ, ഇത്രയും നല്ലൊരു കുട്ടിയാ. പിന്നെ എത്രയാ സ്വത്ത്? അതൊക്കെ ഒറ്റ മോളല്ലേ അവൾക്കല്ലേ കിട്ടല്. ആരിഫയുടെ വായിൽ നിന്ന് സ്വത്ത് എന്ന് കേട്ടതോടെ ആമിനമ്മയുടെ കണ്ണ് മഞ്ഞളിച്ചു. പിന്നെ അവൾക്ക് പിന്നെ പണ്ടേ നമ്മുടെ ഫൈസിയോടെ ഒരു സ്നേഹമൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതിനിടയ്ക്കല്ലേ നമ്മുടെ പൊന്നാര ബാപ്പ സുലൈഖാനെ കൊണ്ട് കെട്ടിച്ചത്. അതെ മോളെ, ശരിയാ. അവളെ എന്തിനു കൊള്ളാം? കുറച്ച് തെളിവെളുപ്പുള്ളത് ഇത് മാത്രം. അല്ലാതെ ഒരു കുഞ്ഞിനെ എൻ്റെ മോനെ കൊടുക്കാൻ കഴിയാത്ത അവളെ എന്തിനു കൊള്ളാം? ഉമ്മാരി ആ ഒരു വാക്കിലെ ഫൈസി പോലും വീണത്. അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ മോൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി? അതൊന്നും ഉമ്മ ഇപ്പം അറിയണ്ട. അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? കുറേ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇതൊക്കെ നടത്തുന്നത്. എല്ലാം നമ്മുടെ ഫൈസിക്ക് വേണ്ടിയല്ലേ. ശരിയാ, എല്ലാം നടന്ന് കണ്ടാ മതി. പിന്നെ ഉമ്മ, ഇത് നിങ്ങൾ ബാപ്പാനോട് സുഹറാത്താനോടൊന്നും പറയണ്ട. പിന്നെ അവര് ഇതിന്മേൽ പിടിച്ചു തൂങ്ങും. ഇല്ല മോളെ, ബേജാറാവണ്ട. ഞാനിതൊന്നും ആരോട് പറയുന്നില്ല. ഏതായാലും അവൻ ഇങ്ങോട്ട് എത്തട്ട്. എത്രയും വേഗം നിക്കാഹ് കഴിഞ്ഞ് കണ്ടാൽ മതി. ഉമ്മ ഒന്നുകൊണ്ടും ബേജാറാവണ്ട. നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഇക്ക ശരിയാക്കിയിട്ടുണ്ട്. മൂപ്പരുടെ ആകെയുള്ളൊരു പെങ്ങളുടെ മകളല്ലേ. അതേസമയം ഉമ്മ, ഇത്താത്ത ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും പറഞ്ഞ് സുലൈഖ ഉപ്പയുടെ റൂമിലേക്ക് പോയി. ഉപ്പ, എന്തൊരു ഉറക്കായത്? ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് പോയാൽ പോലും അറിയില്ലല്ലോ. സുലൈഖ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നെ ആര് തട്ടിക്കൊണ്ട് പോകാനാ മോളെ ഈ വയസ്സിനൊക്കെ? മോളെ, സുഹറ വന്നില്ലേ? ഇല്ല ഉപ്പ, സുഹറത്തെ വൈകുന്നേരമേ വരുള്ളൂ എന്നാ പറഞ്ഞത്. പിന്നെ ആരിഫത്തെയും സജിനത്തെയൊക്കെ വന്നിട്ടുണ്ട്.
ആരിഫ ഉമ്മയുടെ റൂമിലായിരിക്കും അല്ലേ? സജിന പിന്നെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ആരിഫ ഒരാൾ മതി ഈ കുടുംബം കലക്കാൻ. ഞാനൊന്നും പറയുന്നില്ല. ആ ഉപ്പ, ഞാൻ പോട്ടെ, ഒരുപാട് ജോലിയുണ്ട് അത്ര ഇനിയും. ഉപ്പ വേഗം ചായ കുടിക്കട്ടോ. ആ മോളെ ശരി, മോൾ പോയിക്കോ. സുലൈഖ വേഗം അടുക്കളയിലേക്ക് ചെന്നു. അരിയൊക്കെ വെള്ളത്തിൽ കുതിർക്കാനിട്ടു. ശേഷം അടുക്കളയൊക്കെ വൃത്തിയാക്കി രാത്രിയേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ തുടങ്ങി. ഓരോരാൾക്കും ഓരോന്നാ. ഒരാൾക്ക് ചോറാണെങ്കിൽ ഒരാൾക്ക് ചപ്പാത്തി. വേഗം ചോറിനുള്ള വെള്ളം വെച്ചു ചപ്പാത്തി കുഴച്ചു വെക്കുകയും ചെയ്തു. കുറച്ച് നാളത്തേക്ക് വേണ്ട വിറകും കൂടി എടുത്ത് അടുക്കളയിൽ കൊണ്ടിട്ടു. സുലൈഖ, എടി മോളെ, ഞാൻ വന്നടി. എനിക്ക് സുഖാണോ? അത് ചോദിക്കുന്നില്ല. അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അവളുടെ കൈ പിടിച്ചുകൊണ്ട് സുഹറ പറഞ്ഞു. ആരിത്? സുഹറത്തെയോ? നിങ്ങൾ ഇരിക്ക്, ഞാൻ വേഗം ചായ എടുക്കാട്ടോ. വേണ്ട മോളെ, എനിക്ക് ചായ ഒന്നും വേണ്ട. എന്നെക്കൊണ്ടൊന്നും കഴിയില്ല, അതാ മോളെ ഞാൻ. സുഹറ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടിത്താ. ഉപ്പ ഇത്ര സമയം നിങ്ങളെക്കുറിച്ചാ ചോദിച്ചുകൊണ്ടിരുന്നത്. വേഗം ഉപ്പയുടെ റൂമിലേക്ക് ചെന്നോളൂ, ഞാൻ നിങ്ങൾക്കുള്ള ചായയുമായി വരാം. അല്ല, ഇത്തയുടെ ഇക്ക വന്നില്ലേ? ഇല്ല മോളെ, ഇക്ക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ ഒരു അന്താളിച്ച് നിൽക്കുകയാണ്. ഞാൻ പിന്നെ ഫൈസിയെ കണ്ട് 2 വർത്താനം പറയാൻ വേണ്ടി വന്നതാ, അല്ലാതെ ഓൻ്റെ 2ാം കെട്ട് കൂടാനൊന്നും വന്നതല്ല ഞാൻ. സുഹറയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് എനിക്ക് നല്ലോണം അറിയാം, ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നൊക്കെ. ഇവിടെ പിന്നെ പാവങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലല്ലോ. സുഹറയുടെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. കൂടാതെ ബാപ്പയുടെ സുഹൃത്തിൻ്റെ മകനുമായിട്ടാണ് അവളുടെ കല്യാണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആമിനുമ്മയ്ക്ക് ഇവരെ കണ്ടുകൂടാ. സുഹറയുടെ ഭർത്താവിന് അവർക്ക് പാവങ്ങളെയൊന്നും അത്ര ഇഷ്ടമല്ല. ഒക്കെ ആലോചിച്ചുകൊണ്ട് സുലൈഖ തൻ്റെ പണികൾ വീണ്ടും തുടർന്നു. നാളെ എൻ്റെ ഇക്കയും എത്തും. ഇക്കയെ നേരിൽ കണ്ട് സംസാരിക്കണം. എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കുമോ? ഇല്ലായിരിക്കും. പക്ഷെ എന്നാലും ഒരിക്കലെങ്കിലും നേരിൽ കണ്ട് എവിടേക്കെങ്കിലും ഒളിച്ചോടിയാലോ? എനിക്ക് വയ്യ ഇതൊന്നും കണ്ടിരിക്കാനും. ആരും കാണാത്ത ലോകത്തേക്ക് ഓടി ഒളിച്ചാലോ? വയ്യ. എൻ്റെ ഫൈസിക്ക് മറ്റൊരാളെ സ്വീകരിക്കുന്നത് നേരിൽ കാണാൻ എനിക്ക് വയ്യ. ഏതായാലും നാളെ ഫൈസിക്ക് എത്തട്ടെ.